11-ാം അധ്യായം. നാരായണീ സ്തുതി. ദേവിയാൽ സുമൻമൃതനായത് കണ്ട് ദേവകളും മുനിമാരും പ്രസാദിച്ച് ദേവിയെ വാഴ്ത്തി സ്തുതിച്ച പ്രകാരങ്ങളാവതല്ലേതും എനിക്ക് ചൊല്ലിയിടുവാൻ. എന്നാലും അമ്പതൻ മാഹാത്മ്യമോർത്തോർത്തു വന്ദിച്ചു വാഴ്ത്തുവാൻ ആശയമൊഴുക്കുന്നു. ദേവി പ്രസീത പ്രപന്നാർത്തിനാശനേ, ദേവി പ്രസീത ലോകത്രയ മാതാവേ, ദേവി ചരാചരങ്ങൾക്കെല്ലാം ആമീശ്വരി, ദേവി ചരണ സരോജ നമോസ്തുതേ. സർവലോകാധാരഭൂതയാമേ വീടും ഉർവിയാകുന്നതും ഈശ്വരി നീയല്ലയോ. സന്തതം അമ്പസ്വരൂപിണിയായിരുന്നു ജന്തുക്കൾ ജീവനമായത് നീയല്ലയോ. നിത്യം ആനന്ദവീര്യ ഭുവനത്തിന് വിത്തായ വിഷ്ണുമായാദേവി നീയല്ലയോ. സർവജനങ്ങളെ മോഹിപ്പിക്കുന്നതും കൈവല്യമേകുന്നതും ദേവി നീയല്ലയോ. വിദ്വജനഹൃതി വിജ്ഞാനമേകുന്ന വിദ്യാസ്വരൂപിണിയായത് നീയല്ലയോ. സർവപുരുഷ സ്വരൂപിണിയായതും സർവവനിതാ സ്വരൂപിണിയായതും സർവലോകവ്യാപ്തമായത് നീയല്ലയോ. നിത്യം സമസ്ത ജനഹൃദയത്തിലും ബുദ്ധിരൂപേണ വാഴുന്നത് നീയല്ലയോ. സ്വർഗാപവർഗങ്ങളെ കൊടുത്തിടുന്ന ദുർഗേ ഭഗവതി നിത്യം നമോസ്തുതേ. ദാക്ഷായിണി കലാകാഷ്ടാതിരൂപേണ സാക്ഷിയ ബ്രഹ്മപ്രളയാന്തമായുള്ള കാലസ്വരൂപിണിയായി വിളങ്ങിയിടുന്ന മൂലപ്രകൃതിയാകുന്നത് നീയല്ലയോ. സർവേശ്വരി സർവമംഗളമംഗല്യേ സർവാത്മികേ ശിവേ സർവാർത്ഥസാധകേ ഗൗരി ശരണ്യേ പരേ ത്രംബകേ ദേവി നാരായണി മഹാമായേ നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശങ്ങൾക്ക് കേവലം കർത്തൃഭൂതേ സകലേശേ സനാതനേ ഗൗരി ഗുണാശ്രയേ ദേവി ഗുണമയേ നാരായണി മഹാമായേ നമോസ്തുതേ. ഭക്ത്യാ ശരണാഗത പരിപാലനശീലേ സമസ്താർത്തിഹാരിണി മംഗളേ കാരുണ്യവാരാന്വിതേ കമലാലയേ നാരായണി മഹാമായേ നമോസ്തുതേ. ഹംസ സംയുക്ത വിമാനസ്ഥിതേ പരേ ചാരികമണ്ഡലധാരിണി ശാശ്വതേ ബ്രഹ്മാണി രൂപധരേ വരദായിനി നാരായണി മഹാമായേ നമോസ്തുതേ. ശാർഗ ത്രിശൂല ചക്രാതിധരേ പരേ ശ്വേതവൃഷഭസ്ഥിതേ ശുഭ്രവിഗ്രഹേ മാഹേശ്വരി സ്വരൂപേണ വാണിയിടുന്ന നാരായണി മഹാമായേ നമോസ്തുതേ. ശക്തിഹസ്തേ മയൂരസ്ഥിതേ കൗമാരി നാരായണി മഹാമായേ നമോസ്തുതേ. ശങ്കാരി ശാർഗഗദാപരമായുധേ വൈഷ്ണവീ രൂപധരേ വരദായിനി വനിതേയസ്ഥിതേ ശ്യാമള വിഗ്രഹേ നാരായണി മഹാമായേ നമോസ്തുതേ. ദ്രംശ്രോതാവനി മണ്ഡലേ വാരാഹി നാരായണി മഹാമായേ നമോസ്തുതേ. ഘോരനരസിംഹരൂപേ നഹായുധേ നാരായണി മഹാമായേ നമോസ്തുതേ. ഐന്ദ്രീ കിരീടിനി വജ്രായുധധരേ നാരായണി മഹാമായേ നമോസ്തുതേ. മുണ്ടമാലാധരേ ചണ്ഡമുണ്ടാർത്തിനി നാരായണി മഹാമായേ നമോസ്തുതേ. ഘോരരൂപേ മഹാരാവേ ശിവദൂതി നാരായണി മഹാമായേ നമോസ്തുതേ. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ സ്വതേ ധ്രുവേ ശ്രദ്ധേ മഹാരാത്രി പുഷ്ടേ സരസ്വതി മേധേ ശിവേ ഭൂതദായിനി താമസി നാരായണി മഹാമായേ നമോസ്തുതേ. സർവത്ര പാണിപാദാക്ഷി ശിരോമുഖൈ സർവതോഘ്രാണശ്രവണ സ്വരൂപിണി സർവരൂപേ സർവശക്തി സമന്വിതേ നാരായണി മഹാമായേ നമോസ്തുതേ. സൗമ്യമുഹന്തവ നേത്രത്രയാഞ്ചിതം സർവഭയങ്ങളും തീർത്തു രക്ഷിക്കമാം കാൽത്താരിണതവ കുമ്പിട്ടു കൂപ്പുന്നേ കാർത്യായനി ദേവി നിത്യം നമോസ്തുതേ. ജ്വാലാകരാളം അത്യുഗ്ര തൃശൂലവും ഘോരാസുരകുലസൂദനം നീതി കളഞ്ഞു രക്ഷിക്കണം അംബികേ ശ്രീ ഭദ്രകാളി സതതം നമോസ്തുതേ. ഉണ്ടായ പാപങ്ങൾ നീക്കി നിരന്തരം ഹണ്ടാഭയം തീർത്ത് രക്ഷിക്ക വേണമേ. ഖഡ്ഗം മഹാസുര രക്തപങ്കോജലം ദുഃഖം കളഞ്ഞു മാം രക്ഷിക്ക വേണമേ. നഷ്ടമാ ദേവി പ്രസാദേന രോഗങ്ങൾ ഇഷ്ടകാമങ്ങളെ സിദ്ധിക്കുകയും ചെയ്യും. ആശ്രിതന്മാർക്ക് വന്നിടും ആപത്തുകൾക്ക് ആശ്രയം അമ്പയൊഴിഞ്ഞില്ലൊരിക്കലും. നാനാവിധങ്ങളായുള്ള രൂപങ്ങളാൽ ദാനവന്മാരെയൊക്കെ ഒടുക്കി ലോകത്രയെ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ആരും മറ്റമ്പയൊഴിഞ്ഞു കാരുണ്യമോടിങ്ങനെ മോഹാന്തകാരെ മമത്വകർത്തെ വീണ് മോഹിപ്പിക്കുന്നതും മറ്റാരുമല്ലല്ലോ രാക്ഷസ നാഗാരിത സുധാവാനരാ പുഷ്കരത്തിങ്കന്ന് നാശി രക്ഷിപ്പതും വിശ്വേശ്വരി ദേവി വിശ്വരക്ഷാകരെ വിശ്വാത്മികയെ നിന്തിരുവഴിതാനല്ലയോ. ശത്രുഭയം തീർത്ത് രക്ഷിച്ചു കൊള്ളുക ഭദ്രേ ഭഗവതി ഞങ്ങളെ സന്തതം സർവലോകർക്കും വരത്തെ കൊടുത്തു നീ സർവദാ രക്ഷിച്ചു കൊള്ളുക ജഗത്രയം. ദേവകൾ ഇങ്ങനെ ചൊല്ലി സ്തുതിച്ചപ്പോൾ ദേവകളോടരുളി ചെയ്തതു ദേവിയും എന്തൊന്നഭീഷ്ടമെന്നാലത് നൽകുവൻ ചിന്തതും ചൊല്ലുക ലോകോപകാരകം. എങ്കിലോ ഞങ്ങൾക്ക് ഇനിയും ഏതും ബലാൽ സങ്കടമുണ്ടാകിൽ ആശു തീർക്കണമേ എന്നതു കേട്ടരുളി ചെയ്തതു ദേവിയും. ഇനി വൈവസതമായ മന്വന്തരെ ഉണ്ടാം 28-ാം യുഗത്തിലും കണ്ടകന്മാരായ സുംബന്മാർ അന്നു ഞാൻ നന്ദഗോപാലയെ ജാതയായി വന്നിടുമല്ലോ യശോദ തനൂജയായി. ഹന്തവ്യന്മാരാം അവരെന്നാലെന്നു വിന്ധ്യാചലെ വസിച്ചിടുവൻ പിന്നെ ഞാൻ എത്രയും രൗദ്രമായുള്ള രൂപം പൂണ്ടു പൃഥ്വീതലത്തിൽ വന്നുടൻ ജാതയാം. രൗദ്രചിത്തന്മാരാം ദാനവന്മാരെയും താല്പര്യം ഉൾക്കൊണ്ട് ഭക്ഷിച്ചൊടുക്കുവാൻ രക്തങ്ങളായി വരുമെന്നു ദന്തങ്ങൾ മേ ഭക്തന്മാരും രക്തദന്തിക എന്നെല്ലാം ചൊല്ലി സ്തുതിച്ചു സേവിച്ചിടുവോരെന്നെ. അല്ലലുണ്ടായവരും പിന്നെയും ഭൂതലെ 100 സംവത്സരം പെയ്യുകയില്ല മഴ വാരിയുമില്ലാഞ്ഞു സങ്കടമായി വരും താപസന്മാരും എന്നെ സ്മരിച്ചിടുവോർ താപം കളവാന യോനിച്ചയായി മുതാ നേത്രശതം കൊണ്ട് നോക്കി മുനികളെ തീർത്തിടുവൻ പരിതാപമശേഷവും കീർത്തിക്കും എന്നെ ശതാക്ഷി എന്നും ചൊല്ലി സ്തോത്രേണ താപസന്മാരും അനുദിനം
ശോകമൊഴിപ്പതിനാത്മദേവോദ്ഭവ ശാഖങ്ങളെ കൊണ്ട് ജീവനെ രക്ഷിച്ചു. ലോകം ഭരിച്ചു കൊണ്ടിടുവാനാകിയ ശാഖംബരിതിമേ നാമവും ഉണ്ടായി വരും. ദുർഗമനാകും അസുരനെ കൊൽകിയ ദുർഗേതി നാമവും ഉണ്ടായി വരുമല്ലോ. പിന്നെയും ഭീമമായൊരു രൂപം കൊണ്ടുവന്നു ഹിമാചലെ. ജാതയാമെന്നു ഞാൻ രക്ഷോഗണത്തെയും ഭക്ഷിച്ചു താപസരക്ഷയും ചെയ്തു കൊണ്ടിടുവനെന്നവർ ഭക്തിയോടെ ഭീമാദേവി എന്നും ചൊല്ലി ചിത്തം തെളിഞ്ഞ് നിത്യം പുകഴ്ത്തിയിടുവോർ. പിന്നെയും ഉണ്ടാം അരുണൻ മഹാസുരൻ എന്നവനെ കൊൽവതിന് ഞാൻ എന്തതാ ഭ്രാമരമായൊരു രൂപം ധരിച്ചിട്ട് പോർമതമുള്ളോരസുരനെ കൊല്ലുവൻ. ഭ്രാമരി ദേവി എന്നുള്ള നാമം ചൊല്ലി കാമലാഭേന നന്നായി സ്തുതിച്ചിടുവോർ എന്നു ലോകെ ഭവിക്കുന്നത് ആപത്തുകൾ അന്ന് ഞാനും ഭവിച്ചിടുവൻ ഭൂതലേ. ദുഷ്ടരെ നിഗ്രഹിച്ചൻപോട് ഭൂതലേ, ശിഷ്ടരെ രക്ഷിച്ചു കൊള്ളുവാൻ എന്നുമേ. അധ്യായവും 11 കഴിഞ്ഞത് ബുദ്ധി തെളിഞ്ഞു കേൾപ്പിൻ പറഞ്ഞിടുവൻ. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലഞ്ച കുലധർമ്മം ജ മാം ജ പാലയ പാലയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ചാമുണ്ടേശ്വരി ദേവി മാതങ്കി അന്നപൂർണേ മഹേശ്വരി അംബികേ ലോകമാതാവേ അമ്മേ ഭദ്രകാളി നമോസ്തുതേ.